Hi medical coders. Today's class ICD coding guideline for Zika virus coding ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. Zika virus coding guideline. Code only confirmed cases. Code only confirmed cases എന്ന് വെച്ചാൽ കൺഫേം ആണെന്ന് പറഞ്ഞാൽ മാത്രമേ കോഡ് ചെയ്യാവുള്ളൂ. അതാണ് കൺഫേംഡ് കേസസ്. ഇപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. കോഡ് ഓൺലി എ കൺഫേംഡ് ഡയഗ്നോസിസ് ഓഫ് സിക്ക വൈറസ് ആസ് ഡോക്യുമെന്റഡ് ബൈ ദ പ്രൊവൈഡർ. ഇപ്പോൾ ഈ സിക്ക വൈറസ് കോഡ് ചെയ്യണമെങ്കിൽ പ്രൊവൈഡർ അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ ഈ സിക്ക വൈറസ് ഡിസീസ് കൺഫേംഡ് ആണ് എന്നുള്ളൊരു വാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോഡ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് കോഡ് ഓൺലി കൺഫേംഡ് കേസസ്. ദിസ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ ഗൈഡ് ലൈൻ. ഇതിൽ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ ഗൈഡ് ലൈനിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇൻ ദിസ് കണ്ടെക്സ്റ്റ് confirmation does not require documentation of the type of test is performed. ഈ ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ ഗൈഡ് ലൈനിൽ കൺഫർമേഷൻ എന്നൊരു വാക്ക് ഇല്ലെങ്കിലും ദ പ്രൊവൈഡർ ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുണ്ട്. ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഈസ് പെർഫോംഡ് ഫോർ സിക്ക വൈറസ്. സിക്ക വൈറസിന് വേണ്ടിയുള്ള ടെസ്റ്റ് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാം. ദ പ്രൊവൈഡേഴ്സ് ഡയഗ്നോസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ഫോർ സിക്ക വൈറസ് ഡിസീസ് ഈസ് ഇനഫ് ഫോർ കോഡിംഗ് ആസ് A92.5. അപ്പം ആ ടൈമിൽ A92.5 നമുക്ക് കോഡ് ചെയ്യാം. A92.5 ആണ് സിക്ക വൈറസിന്റെ കോഡ്. This code should be assigned regardless of statement of mode of transmission. അതായത് നമുക്ക് ആ കണ്ടീഷൻ ട്രാൻസ്മിറ്റ് ആയി എന്നുണ്ടെങ്കിലും നമുക്കിത് കോഡ് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻപേഷ്യൻ ഗൈഡ് ലൈനിൽ മാത്രം. അല്ലെങ്കിൽ കോഡ് ഓൺലി കൺഫേംഡ് കേസസിൽ മാത്രമേ കോഡ് ചെയ്യാവുള്ളൂ. If the provider documents suspected or possible or probable Zika do not assign code. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ പ്രൊവൈഡർ ഇങ്ങനെ ചെയ്തേക്കുവാണ്, സസ്പെക്റ്റഡ് അല്ലെങ്കിൽ പോസിബിൾ പ്രോബബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിക്ക വൈറസ് കോഡ് നമുക്ക് ഒരിക്കലും കോഡ് ചെയ്യാൻ പാടില്ല. അത് കൺഫേം അല്ല. ആ ടൈമിൽ അസൈൻ എ കോഡ് എക്സ്പ്ലെയിനിങ് ദ റീസൺ ഫോർ എൻകൗണ്ടർ such as fever, rash or joint pain. അതായത് ഇങ്ങനെ പോസിബിൾ അല്ലെങ്കിൽ സസ്പെക്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് കോഡ് ചെയ്യേണ്ടത്? ആ പേഷ്യൻറ്റ് എന്തിനാണോ റീസൺ ഫോർ എൻകൗണ്ടർ, ആ പേഷ്യൻ്റ് എന്തിനാണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കുന്നത് ആ ഡിസീസ് മാത്രം നമുക്ക് കോഡ് ചെയ്യാം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് സിക്ക വൈറസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് കണ്ടീഷൻസ് കാണും. ഫീവർ, റാഷ് ഓർ ജോയിൻറ്റ് പെയിൻ. ഇതൊന്നും ഇല്ലെങ്കിൽ Z20.821 ആ കോഡ് ചെയ്യാം. Z20.821 എന്ത് കോഡാണ്? കോണ്ടാക്ട് വിത്ത് ആൻഡ് സസ്പെക്റ്റഡ് എക്സ്പോഷർ ടു സിക്ക വൈറസ്. ഈ കണ്ടീഷൻ ഒന്നും ഇല്ല കോഡ് ചെയ്യണമെങ്കിൽ ഈ കോഡ് നമുക്ക് കോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോഡിങ്ങിൽ ഏതൊരു കണ്ടീഷൻ കോഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ കണ്ടീഷനെ കുറിച്ചുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു നോളജ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതിൽ സിക്ക വൈറസ് എന്താണെന്നാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. സിക്ക വൈറസ് ഈസ് എ മെമ്പർ ഓഫ് വൈറസ് ഫാമിലി ഫ്ലാവിവിഡിയെ. ഇറ്റ് ഈസ് സ്പ്രെഡ് ബൈ ഡേ ടൈം ആക്റ്റീവ് എയ്ഡസ് മോസ്കിറ്റോസ് സച്ച് ആസ് എയ്ഡസ് ഈജിപ്റ്റി ആൻഡ് എയ്ഡസ് ആൽബോപിക്ടസ്. ഇതൊന്നും പഠിക്കണമെന്നില്ല. എന്താണ് സിക്ക വൈറസ് എന്ന് നമുക്ക് നോക്കാം. സിക്ക വൈറസ്, it is usually relatively mild with symptoms such as skin rash, fever, muscle and joint pain lasting up to 7 days. ഈ സ്കിൻ റാഷ്, ഫീവർ, മസിൽ ഈ സിംറ്റംസ് ഒക്കെ പേഷ്യൻറ്റിന് മോസ്റ്റ്ലി കാണും. ഇത് മേ ബി അപ് ടു 7 days വരെ കാണാൻ സാധ്യതയുണ്ട്. There is no vaccine for Zika virus. Zika വൈറസിന് വാക്സിൻ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. Information about this possible transmission of Zika from infected mothers to babies during pregnancy or childbirth is very limited. Pregnant ആയിട്ടുള്ള വുമൺസിൽ
ബേബിക്ക് ട്രാൻസ്മിറ്റ് ആകുന്നത് ലിമിറ്റഡ് ആണ്. Research in Brazil and WHO says there is a growing evidence that links Zika to microcephaly, a neurological disorder in which babies are born with smaller than normal heads and brains. ഈ സിക്ക വൈറസ് ഉള്ള ബേബീസിൽ മൈക്രോസെഫാലി എന്നൊരു കണ്ടീഷൻ കാണും. അതെന്താന്ന് വെച്ചാൽ ബേബീസ് ആർ ബോൺ വിത്ത് സ്മോളർ ദാൻ normal heads and brains. Brazil has the highest rate of infection followed by Colombia. ബ്രസീലിലാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തേക്കുന്നത്, followed by Colombia. The virus was first identified in Uganda in 1947 and was unknown in America until 2014. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എബൌട്ട് സിക്ക വൈറസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.